ഹായ്, ASMന്റെ പഠനം എങ്ങനെ മുന്നോട്ട് പോകുന്നു? അടിപൊളിയായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇനിയും അടിപൊളിയായി പഠിക്കാനുള്ള അടിപൊളി പ്ലാനുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. ഡേ 1ഉം ഡേ 2ഉം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകേണ്ടത് നീതി ആയോഗ്. നീതി ആയോഗും പഞ്ചവത്സര പദ്ധതിയും ക്ലബ് ചെയ്ത് തന്നെ പഠിക്കുക. ഓരോന്നിൻ്റെ ലക്ഷ്യങ്ങൾ, നീതി ആയോഗ് പഠിക്കുമ്പം ഘടന പഠിക്കണം, ആരൊക്കെയാണ് പൊസിഷനിൽ നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അവരുടെ ചുമതലകൾ, ഇവ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. ദെൻ ജോഗ്രഫി കണ്ടന്റ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഭൂമിയുടെ ഘടന, അന്തരീക്ഷ പാളികൾ, ഇവ NCERT SCERT ബുക്ക് റെഫർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ദെൻ പുതിയ അപ്പോയിൻമെൻറ്റ്സ് ആണ്, ന്യൂ അപ്പോയിൻമെൻറ്റ്സ് ആണ്. ആരൊക്കെ പഠിക്കണം? നമ്മുടെ രാഷ്ട്രപതി പഠിക്കുകയാണെങ്കിൽ രാഷ്ട്രപതി എത്രാമത്തെ രാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ എത്രാമത്തെ വൈസ് പ്രസിഡന്റ്, അതെ CAG പഠിക്കണം. അങ്ങനെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. വനിതാ കമ്മീഷൻ ചെയർമാനെ എന്ന് തുടങ്ങിയ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമല്ലോ. ആ അപ്പോയിൻമെൻറ്റ്സ് പേരുകൾ പഠിക്കുക, എത്രാമത്തെ എന്ന നമ്പരും പ്രത്യേകം ഓർത്തിരിക്കുക. ദെൻ എന്താണ് പ്രധാനപ്പെട്ട ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്? നമുക്കറിയാം, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടത്, നിർദ്ദേശതത്വങ്ങളുമായി ബന്ധപ്പെട്ടത്, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടത്, പ്രസിഡന്റുമായി ബന്ധപ്പെട്ടതൊക്കെ പരീക്ഷ റിപ്പീറ്റ്ലി ചോദിക്കുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. എല്ലാം പഠിക്കാൻ സമയമില്ല എന്ന് മനസ്സിലാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിക്കുക. അങ്ങനെ പഠിച്ചു പോയാലും നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. ദെൻ MEM, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇവയെല്ലാം 4 മണിക്കൂർ എടുത്ത്, ഇതൊന്നും സെർച്ച് ചെയ്യാനല്ല സമയമുള്ളത്, പഠിക്കാനാണ് സമയമുള്ളത്. ഇത് പഠിക്കുക, പരീക്ഷ എഴുതി നോക്കുക. ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഇതിൻ്റെയൊക്കെ ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ട്, നമ്മുടെ മോഡൽ എക്സാംസ് നടത്തുന്നുണ്ട്. നമ്മളോടൊപ്പം പഠിക്കാം ഈ ടൈം ടേബിളും വെച്ച്.